നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ജെ ട്രംപ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. ലോകം മുഴുവൻ ഏറെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങും ഭരണമാറ്റവുമായിരുന്നു അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ചിലരൊക്കെ ആശങ്കയോടെ, ചിലരൊക്കെ ഏറെ പ്രതീക്ഷയോടെ, ചിലരൊക്കെ മാറ്റാൻ പറ്റാത്തത് എന്ന നിലയിൽ നിസ്സംഗതയോടെ കാണുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ലോകക്രമത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മാറ്റം വരുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ അതിൻ്റെ ഒരു പരമ്പരയിലൂടെ അത് ഒപ്പിട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയത്. ഇപ്പോഴും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇങ്ങനെ അദ്ദേഹം ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ മുമ്പാണ് ഡൈവേഴ്സിറ്റി ഇൻ വർക്ക് പ്ലേസസ് സംബന്ധിച്ച പുതിയ ഒരു ഓർഡർ അദ്ദേഹം ഒപ്പിട്ടതായിട്ട് ഇപ്പോൾ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പാരീസ് ഉടമ്പടിയെ സംബന്ധിച്ച്, WHO സംബന്ധിച്ച് അങ്ങനെ നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞു. എന്തായാലും അമേരിക്കയുടെ ഒരു ദിശാമാറ്റം വളരെ വ്യക്തമാണ്. ഈ ദിശാമാറ്റം എങ്ങനെ ഭാരതത്തെ സ്വാധീനിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഭാരതത്തെ അഫക്റ്റ് ചെയ്യും, എങ്ങനെ ലോകക്രമത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും, ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോട് ഒപ്പമുള്ളത് തത്തുമയുടെ സുഹൃത്തും എൻ്റെ സ്വന്തം ഏറ്റവും അടുത്ത സുഹൃത്തുമായ സാമ്പത്തിക വിദഗ്ധനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനാണ്. രഞ്ജിത്ത് ജി, നമസ്തേ. നമസ്തേ. എന്താ പറയുക, ഈ ഒരു പതിറ്റാണ്ട് എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സംഭവം, ഒരു മാറ്റം എന്ന നിലയിൽ തന്നെ ഇത് കാണാവുന്ന. ഡെഫിനറ്റായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മീഡിയകളും, ദൃശ്യമാധ്യമങ്ങളാകട്ടെ, ന്യൂസ് പേപ്പേഴ്സ്, പ്രിന്റ് മീഡിയ ആകട്ടെ, സോഷ്യൽ മീഡിയ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ആ സോഷ്യൽ മീഡിയ ആകട്ടെ തരംഗമായിരുന്നു. ഡെഫിനറ്റായിട്ടും ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്തിരുന്നത് അങ്ങനെയല്ല. ഒരു ട്രംപിനെ ഒരു അലൈൻ ചെയ്തുകൊണ്ടല്ല ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പോപ്പുലർ വോട്ട് കൂടുതൽ നേടി അധികാരത്തിൽ വരുന്ന അവിടുത്തെ ഒരു രീതി വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ആ പോപ്പുലർ വോട്ടിലും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്, നമ്മൾ ഈ പറയുന്ന അദ്ദേഹത്തിനെ ഇവിടെ ഭാരതത്തിലൊക്കെ പലപ്പോഴും വെറുക്കപ്പെട്ടവൻ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓണറബിൾ സ്റ്റേറ്റസ് കൊടുക്കാൻ മടിക്കുന്ന ഒരു മാധ്യമ ശൃംഖലയിൽ നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരു പോപ്പുലർ വോട്ട്, ഇവിടെ നരേന്ദ്രമോദി വന്നതുപോലെ തന്നെ ഒരു പോപ്പുലർ വോട്ടിന്റെ ആ ഒരു സ്ട്രെങ്ത്തിൽ ഒരു പ്രസിഡന്റായ ഒരു മനുഷ്യനാണ്. അതും ഒരു തിരിച്ചുവരവാണ്. ഒരു 4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് US. അതെ. അങ്ങ് ഈ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിയെയും ട്രംപിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനോട് എതിരുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചില ആസ്പെക്ട്സ് ഉണ്ട്. അങ്ങ് ഈ പറഞ്ഞതുപോലെ ഒരു റെസ്പെക്റ്റബിൾ ആ ഒരു വാക്ക്, അതായത് ഭരിക്കാൻ അർഹതയില്ലാത്ത ആരോ കയറിയിരിക്കുന്നു എന്നുള്ള നിലയിലാണ് മോദിയെ മാധ്യമങ്ങൾ കാണാൻ ശ്രമിച്ചത്. പക്ഷെ പോപ്പുലർ വോട്ട് മോദിയോടൊപ്പമായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഒരു കമ്പാരിസൺ അല്ല പറഞ്ഞത്. എങ്ങനെയാണോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്, എക്സാക്ട്ലി അതിന് ഈ പറയുന്ന മാധ്യമങ്ങളും ഒരു ഇക്കോസിസ്റ്റവും അദ്ദേഹത്തിന് ഒരു വേറൊരു പരിവേഷം കൊടുത്തപ്പോൾ ഈ പറയുന്ന ആ ജനം, ആ ഡെമോക്രസി അദ്ദേഹത്തെ നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുവന്ന് 3ാം തവണ അധികാരം കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഒരു തെറ്റ് മനസ്സിലാക്കി ഒരു റിപ്പൻഡൻസ് ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ട്രംപിന് കിട്ടിയിട്ടുള്ളത്. എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രംപിനോടുള്ളൊരു ഭക്തിയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഭാരതത്തിനെ സംബന്ധിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഒബാമയാണെങ്കിലും ട്രംപ് ആണെങ്കിലും ഇപ്പോൾ ബൈഡൻ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വലിയ ഒരു ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ആക്ച്വലി അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മൾ മൻമോഹൻ സിംഗ് ജിയുടെ സമയത്ത് വളരെയധികം നമുക്കെന്തോ ബെനിഫിറ്റ് കിട്ടി എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ആ ലെഫ്റ്റ് എഗൻസ്റ്റ് ആയിട്ട് നിന്നിട്ടും വളരെ ശക്തമായി ആറ്റമിക് ഡീൽ നടത്തി എന്ന് പറയെങ്കിലും
ആക്ച്വലി ഇന്നും അത് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലാതെ അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണ് എന്ന ആരും ഇന്ന് സംസാരിക്കുന്നില്ല. ഇതുവരെ ആരും വിശദീകരിച്ചിട്ടില്ല, പൊതുജനത്തോടെയും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോ ആക്ച്വലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ തരത്തിൽ നിന്ന് സംസാരിച്ച് ഭാരതം ഒരു നേഷൻ ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയത് നാച്ചുറലി ഈ 2014 ശേഷമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും നമ്മളെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു പേഴ്സണൽ ഇക്വേഷൻസും ഒക്കെ ഡിഫറൻസസ് ഉണ്ടാക്കിയേക്കാം. എല്ലാ റിലേഷൻഷിപ്പിലും അത് തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് ഒരു ബെറ്റർ ആകും എന്നല്ലാതെ ഒരു വേഴ്സ് ആകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ഇറ്റ് കനോട്ട് ബി 100%. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ വളരെ എക്സൈറ്റ്മെന്റോടുകൂടിയോ അല്ലെങ്കിൽ വളരെ പെസിമിസ്റ്റിക് ആയിട്ടോ ഈവൻ നിസ്സംഗതയോടെ നോക്കാൻ പറ്റുന്ന ഒരു മാറ്റമല്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇത് ഇഷ്യൂസ് ഓറിയന്റഡ് ആണ്. അപ്പൊ ട്രേഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാര്യം അമേരിക്ക ഫസ്റ്റ് ആണ്, നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ ഫസ്റ്റ് ആണ്, നമ്മൾ ആത്മനിർഭരതയാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇതിന് അതാത് നേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ആയിരിക്കില്ല പോകുന്നത്. രണ്ട് ഇഷ്യൂസ് വെച്ചിട്ട് നമുക്ക് ഒരു നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകാം. അപ്പൊ അതിനകത്ത് യു വിൻ സം യു ലൂസ് സം. എക്സാക്ട്ലി. അതിനകത്ത് ഒരു ഇന്ന് നമുക്കൊരു ഈക്വൽ ടേംസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്കുള്ളത് കൊണ്ട് അതിന് ഒരു മാറ്റമുണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ട്രേഡ്, ബിസിനസ്, അതുപോലെ ചില സ്പെസിഫിക് ഇഷ്യൂസ്, അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യം, ഇന്നത്തെ ഈ ഒരു ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സംബന്ധിച്ച്, അതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച്, അതിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ച് എന്തായിരിക്കും ഒരു ഓവറോൾ വ്യൂ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ? നമുക്കറിയാം, ഈ കോവിഡ് പാൻഡമിക് സമയത്ത് മുതൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ശരിയായിരുന്നോ എന്ന് മാറ്റി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി മാറി ഇപ്പോഴും. മറ്റേത് ഗ്ലോബലൈസേഷനാണ്. അപ്പോൾ ചൈന ഉണ്ടാക്കും, ഞാൻ വാങ്ങിക്കും, ഞാൻ അത് ഉപയോഗിക്കും, ഇതൊരു ട്രേഡ്, ഇതാണ്, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ട്രേഡാണ്. ഇതിൻ്റെ ഒരു ചലഞ്ച് മനസ്സിലാക്കിയത് ഈ പാൻഡമിക് സമയത്താണ്. എക്സാക്ട്ലി. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഈ പറയുന്ന റിസോഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഇൻഫ്ര ആണെങ്കിലും, ഇതൊക്കെ ചൈനയെ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരെ മാറ്റി നിർത്തിയുള്ളൊരു എക്കോണമിക് ഓർഡർ നമുക്ക് വിഭാവന ചെയ്യാനൊക്കില്ല. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ടാണ് ഇന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് ചൈന +1. ചൈന ഇല്ലാതെ എന്നല്ല, ചൈനയോടൊപ്പം ഒരാളെ കൂടെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ കൂടെ, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ചൈനയ്ക്ക് ഉണ്ടാകണം. ഇതാണ് ഇന്നത്തെ ഒരു ചിന്ത. വേൾഡ് എക്കോണമിയിൽ, വേൾഡ് ട്രേഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചൈന +1 പോളിസി എന്നാണ് അതിന് പറയപ്പെടുന്നത് ഇപ്പോൾ. അപ്പം +1 ആരാണ് എന്നുള്ളതാണ്. അപ്പം ഈ +1 എന്ന് പറയുന്നത് ഒരാൾ മാത്രമാകാൻ ചാൻസ് ഇല്ല. അപ്പം ഇതിനകത്ത് ഇന്ത്യക്ക് ഇന്നേറ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ആ ഒരു യുവത്വമാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഹാൻഡ്സ് വേണം. ആ വർക്കിംഗ് ഹാൻഡ്സ് ഇന്ന് റെഡിലി അവൈലബിൾ, ഒരു ആവറേജ് ഏജ് ഓഫ് 25-28 ആ ലെവലിൽ നിൽക്കുന്നത് എസ്പെഷ്യലി ഹിന്ദി ഹാർട്ട് ലാൻഡിൽ ഭാരതത്തിനാണ് അത് സപ്ലൈ ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ബേസ് ഇന്ത്യയിലേക്ക് മാറണം. അതിന് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആ സ്കിൽ സെറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യണം. നാച്ചുറലി ഇവിടെ നമുക്കറിയാം, ഇതിനെപ്പറ്റിയൊക്കെ കുറ്റം പറയുമ്പോഴും ഒരു ആവശ്യം വരുമ്പം അതിനകത്ത് ഒരു ജനത മുന്നോട്ട് പോയിട്ടുള്ള, അപ്പോൾ ഇതിനൊരു ആവശ്യം വരുമ്പോൾ മാനുഫാക്ചറിങ്ങിനുള്ള സ്കിൽ സെറ്റ്, ബ്ലൂ കോളർ ജോബിന് വേണ്ടിയുള്ള സ്കിൽ അക്വയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള കഴിവുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയുള്ള പോളിസി ആയിരിക്കില്ല. എന്തൊക്കെ ട്രംപ് പറഞ്ഞാലും ഇന്ന് 100% ടാരിഫ് ഇമ്പോസിഷൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇമ്മീഡിയറ്റ്ലി സ്വിച്ചിട്ട പോലെ ചൈനയെ ഒഴിവാക്കി ഭാരതത്തിന്. കാരണം അതിനുള്ള കേപ്പബിലിറ്റി വേറെ ഒരു നേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ട്, ടെക്നോളജി. ഇന്ന് ചൈനയ്ക്കുള്ളതുപോലെ അവർ ഇമ്പ്രൂവ് ചെയ്തതുപോലെ ടെക്നോളജി അത് വെസ്റ്റിലുള്ളതിനേക്കാൾ ബെറ്റർ, ഒരുപക്ഷെ ബെറ്റർ ആയിരിക്കാം, ചീപ്പർ ആയിരിക്കാം ഉള്ള ടെക്നോളജി. അപ്പോൾ ഇന്ന് ഭാരതം +1 ആണെങ്കിലും ഈ ചൈനയുടെ ഒരു ഡിപ്പെൻഡൻസി റോ മെറ്റീരിയലിലും ടെക്നോളജിയിലും നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തേ വെക്കുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, വി ബിക്കെയിം ദ ബിഗ്ഗസ്റ്റ് എക്സ്പോർട്ട്. ഏതാണ്ട് 2,50,000% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, ഇൻക്രീസ് ഉണ്ടായി നമ്മുടെ ഓയിൽ എക്സ്പോർട്സിൽ.
അതിന്റെ അർത്ഥം 0 ആയിരുന്നു. അത്രയും കൂടുതൽ നമ്മൾ എക്സ്പോർട്ടറായി മാറി. ഈ റിഫൈൻ ചെയ്ത ഓയിൽ എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൂപ്പ് ഹോളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ബെനിഫിറ്റാണ്. റഷ്യൻ ഓയിലിൽ നിന്ന് നമ്മളിവിടെ വാങ്ങിച്ച്, ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് ഇത് ചെയ്തു. അതുപോലെ ഒരു പക്ഷേ ഇന്ന് ആളുകൾ സംസാരിച്ചു തുടങ്ങി ചൈനയ്ക്ക് ടാരിഫ് വന്നാൽ അത് ഭാരതത്തിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഒക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്കയ്ക്കും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സേ ഫോർ എക്സാമ്പിൾ എനർജി, EV ഉണ്ടാകുന്ന ബാറ്ററീസും അങ്ങനെയുള്ള സാധനം, ആ ബാറ്ററീസിൻ്റെ ബേസിക് കമ്പണൻസ് വേണമെങ്കിൽ അത് നമുക്ക് ചൈനയിൽ നിന്നേ ഉള്ളൂ. അപ്പോൾ ചൈനയിൽ ഉണ്ടാക്കി ഇത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടാരിഫ് ഹൈ ആണ്. അതേസമയം ഇതേ സാധനം റോ മെറ്റീരിയൽ നമ്മൾ അവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്ത് ഭാരതത്തിൽ ഇത് അസംബിൾ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഇത് ഭാരതത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ അതിന് ടാരിഫ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് അമേരിക്കയുടെ ആവശ്യം തന്നെയാണ്, അമേരിക്കയുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ട്രംപ് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് അങ്ങ് പറയും. അതെ അതെ. ആ പറച്ചിൽ തന്നെ ആളുകളൊന്ന് എനിക്ക് തോന്നുന്നത് അതൊരു ടാക്ടിക്സ് ആണ് അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ബഹളം ഉണ്ടാക്കും. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ആക്ച്വലി അദ്ദേഹം വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഹി ഹാസ് നോട്ട് വേസ്ഡ് എ വാർ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 4 വർഷം അദ്ദേഹം ഈ വാർ വേജ് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോ ഈ അമേരിക്ക പണം ഉണ്ടാക്കുന്നത് മുഴുവൻ യുദ്ധങ്ങളിലൂടെയാണ്. അവരുടെ വെടിക്കോപ്പുകളും അവരുടെ ഡിഫൻസ് ഇൻഡസ്ട്രീസും ഇവിടെ പോകുന്ന ആളുകൾക്കുള്ള സാധനം സപ്ലൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടാണ് എക്കോണമി വളർന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ആ ലോബി മുഴുവൻ ട്രംപിന് അഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അദ്ദേഹത്തിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ചെയ്തത്. അപ്പം ഒരു പക്ഷേ നോബൽ പീസ് പ്രൈസ് കൊടുക്കേണ്ട ആള് ട്രംപ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വാർ വേജ് ചെയ്തിട്ടില്ല. പക്ഷേ അത് എക്കോണമിയെ ബാധിച്ചോ? അതാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ പറയേണ്ട ഒരു കാര്യം. ഇത് എക്കോണമിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന് ഒരു ബി പ്ലാൻ ഉണ്ടോ ഇത്തരത്തിൽ മറ്റൊരു തരത്തിൽ എക്കോണമിയെ പിടിച്ചു നിർത്താൻ? ഡെഫിനറ്റായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം അദ്ദേഹം കുറെ കൂടെ ഒരു കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഓയിൽ ആദ്യം വന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് മറ്റേ പാരീസ് അക്കോർഡിൽ നിന്ന് പിന്മാറി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അമേരിക്കയിൽ ഈ റെയർ എർത്തോ റിസോഴ്സോ ഇല്ലാത്തതുകൊണ്ടല്ല. എൻ്റെ ബാക്ക് യാർഡ് ചീത്തയാകണ്ട, എൻ്റെ എൻവറോൺമെന്റ് ചീത്തയാകണ്ട, അത് ചൈനയിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാസ്തവം പറഞ്ഞാൽ പ്രൊഡക്ഷൻ മുഴുവൻ ചൈനയിലോട്ട് പോയത്. നമുക്കിവിടെ കരിമണലുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഭാരതത്തിന്റെ തന്നെ ഒരു സാമ്പത്തിക ഘടന മാറ്റിമറിക്കാൻ സാധിക്കുന്ന എത്ര ധാതുക്കൾ നമ്മുടെ ബീച്ചിൽ കടൽ തീരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയാണ്. കാരണം അത് എൻവറോൺമെന്റിനെ അത് ബാധിച്ചേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ന്യൂവാൻസസ് ഉണ്ട്. അതുപോലെയാണ് അമേരിക്ക ഇത്രയും കാലവും അവരുടെ റിസോഴ്സസോ ഈ നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്തിരുന്നില്ല. കാരണം ഈ ഖനനം ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ക്ലൈമാറ്റിക് ആഘാതങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇദ്ദേഹം ആദ്യമേ പറയും ഞാൻ ഇതിനകത്തുള്ള ഉടമ്പടി ഒന്നും എനിക്കില്ല, ഞാൻ പാരീസ് ക്ലൈമറ്റ് ചെയ്തിൽ നിന്ന് ഞാൻ വിഡ്രോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനോഗ്രേഷൻ സ്പീച്ചിൽ തന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ അടിയിലുള്ള ഓയിൽ വെൽത്ത് എക്സ്പ്ലോർ ചെയ്യും എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള അത് തന്നെയാണ് ഈ പോളിസി ഡൈവേർഷൻ. അബ്സല്യൂട്ട്ലി. See, it is not without a reason. നമ്മൾ കാണുമ്പോൾ ഈ ബഹളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇമ്മച്വർ ആണ്, പക്ഷേ അല്ല. അതിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു 200 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ പറയുന്നത് പോലെ ഒരു പ്രിപ്പയർഡ് ആയിട്ട് വന്നു. വളരെ പ്രിപ്പയർഡ് ആണ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടാൽ അറിയാം. 2-3 കാര്യങ്ങൾ നമ്മുടെ സ്ട്രൈക്ക് ചെയ്തെന്ന് പറയുന്നത്, ഒന്ന്, there will only be 2 genders in US. ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള പരിപാടി ഇല്ല. He did not say that. He said there will be only a male or a female. 2 ജെൻഡറേ ഉള്ളൂ എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ബാക്കി പറയുന്നത് അങ്ങയുടെ ഇന്റർപ്രിട്ടേഷൻ. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റി ഞാൻ കമന്റ് ചെയ്യുന്നില്ല. 2, അദ്ദേഹം പറയും ഇവിടെ ഫാസിസ്റ്റും കമ്മ്യൂണിസ്റ്റിനെ ഇവിടെ ഒരു കാരണവശാലും വച്ചു പൊറുപ്പിക്കില്ല. ഇത് അദ്ദേഹം ഇവിടുത്തെ ആളുകൾ കേട്ടോന്ന് എനിക്കറിയില്ല കേരളത്തിലെ. പക്ഷെ എന്തായാലും അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റുകളും
ഫാസിസ്റ്റുകളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ വെച്ചുകൊടുക്കില്ല. ടൈം സ്ക്വയർ ഈ പരിപാടി നടത്താൻ പറ്റില്ല, കസേര വലിച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. കാക്ക തൂറാത്ത പ്രതിമയുടെ എന്താ അത് വിളിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ല നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോ അതേ വളരെ ക്ലിയർ ആണ്. അപ്പം വെരി ക്ലിയർ, സ്റ്റഡീഡ്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ നോക്കിയത് ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരുന്നു. അതെ അതെ. ഇവാങ്ക ട്രംപ്, അദ്ദേഹത്തിന്റെ സൺ ഇൻ ലോ, ഇങ്ങനെയുള്ള ഒരു 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 കോട്ടറി ഉണ്ടായിരുന്നു. ഇന്ന് ഇവരെ ആരെയും ഇനോഗ്രേഷൻ അല്ലാതെ നമ്മൾ കണ്ടില്ല. കറക്റ്റ്. അപ്പൊ ഇന്ന് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഹാൻഡ് പിക്ഡ് ആണ്, ക്ലിയർ ആണ്. ആരോടാണ് അലീജിയൻസ് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായി മുന്നോട്ട് വയ്ക്കുന്ന, അതിലൊരു വലിയ ബ്ലോക്ക് ഇന്ത്യൻ ഒറിജിൻ ആൾക്കാരുമാണ്. വലിയ ബ്ലോക്ക് ഇന്ത്യൻ ഒറിജിൻ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു നെക്സ്റ്റ് ഇൻ കമാൻഡ് എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാർക്കോ റൂബിയോ. അദ്ദേഹം ഭാരതത്തിനെ ഒരു ഡിഫൻസ് കോഓപ്പറേഷൻ ഡീലില് ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്തിട്ടിരിക്കുന്ന ആളാണ് കോൺഗ്രസ്സിൽ. അദ്ദേഹം സെനറ്റ് മെമ്പർ ആയിരുന്നു. ആ സെനറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ഡിഫൻസ് കോഓപ്പറേഷൻ ആക്ട് ഓഫ് 2024 എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്തു. അതിപ്പോഴും പെൻഡിങ് ആണ്, അത് പാസ്സായിട്ടില്ല. പക്ഷേ അങ്ങനെ മൂവ് ചെയ്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇസ്രായേല്, ജപ്പാൻ, നേറ്റോ ഈ 3 രാഷ്ട്രങ്ങൾക്കും കൊടുക്കുന്ന അതേ തുല്യമായിട്ടുള്ള പദവി ഭാരതത്തിന് നൽകണം. വളരെ കൃത്യമായ സ്റ്റാൻഡാണ്. അപ്പൊ ഇതിനപ്പുറം ഒരു പ്രോ ഇന്ത്യയാണോ ആന്റി ഇന്ത്യയാണോ എന്ന് ചോദിക്കുന്നതിന്റെ ഒരു, രഞ്ജിജി കേട്ടോന്നറിയില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഈ മാർക്കോ റൂബിയോയുടെ ആദ്യത്തെ പ്രസംഗം, അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ പ്രസംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പോളിസി പറഞ്ഞ പ്രസംഗമായിരുന്നു അത്. ദേശീയത അദ്ദേഹം ഒരു 4-5 പ്രാവശ്യം പറഞ്ഞു. നാഷണൽ ഇൻട്രസ്റ്റ്, ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളുടെ പ്രധാന കാര്യം. ഏത് നയമെടുത്താലും അതിൻ്റെ അടിസ്ഥാനം ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഞങ്ങൾ എടുക്കുന്ന ആ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റ് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതേപോലെ സ്വന്തം നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാവാം. എല്ലാവരും അവരവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് മുന്നിൽ വെക്കണം എന്നാണ്. ഗ്ലോബലൈസേഷൻ പണ്ടിപ്പോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഈ പ്രസംഗമാണ്. ഇദ്ദേഹം പറഞ്ഞത് എല്ലാ രാജ്യങ്ങളും അവനവന്റെ താല്പര്യങ്ങൾ, ദേശീയ താല്പര്യങ്ങൾ മുന്നിൽ വെക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതിനപ്പുറം ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. സപ്പോർട്ട് ബേസ് ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ രാഷ്ട്രത്തിന്, അപ്പൊ നമ്മൾ മ്യൂച്വലി റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. അല്ലാതെ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്വപ്നാടനം പോലെയുള്ള ഒരു WTO പോലെയൊക്കെയുള്ള എക്സ്പെരിമെന്റ്സ് എന്ന് ഞാൻ പറയും. എക്സ്പെരിമെന്റ്സ് വാസ്തവം പറഞ്ഞ അമ്പെ പരാജയപ്പെട്ടു പോയില്ലേ? സത്യം. അപ്പം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ വിചാരിച്ചു. ചൈന ഈ പുല്ലുപോലെ പർച്ചേസ് ചെയ്തില്ലേ? അതിന്റെ പൂർണ്ണമായിട്ടും പർച്ചേസ് ചെയ്ത് എത്യോപ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പൊ ഇന്ന് എന്തോ ഇന്ന് കോവിഡിന് ഒരു പുതിയ നരേഷൻ തന്നെ കൊടുത്തു കളഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ വരുന്നില്ല, WHO വിഡ്രോ ചെയ്യുന്നു. പക്ഷെ WHO തകർന്നു പോകും. 18% ഫണ്ടിങ് വരുന്നത് ഇവരിൽ നിന്ന് മാത്രമാണ്. അതെ. അപ്പോ നാച്ചുറലി അതൊരു പക്ഷെ ചൈന ഏറ്റെടുത്തേക്കാം. അതിന്റെ റെലവൻസ് പോയില്ലേ? അപ്പോൾ അതാണ് അതിനകത്തുള്ള കാര്യം. ഫണ്ടിങ് മാത്രമല്ല, ഒരു സ്റ്റേച്ചർ എന്നുള്ളത് WHO ഒരു സ്റ്റേച്ചറിന് വലിയൊരു ആഘാതമുണ്ടായി. അപ്പൊ ഒരു റീഡിഫൈൻ ചെയ്യാതെ WHO നിലനിൽപ്പില്ല എന്നുള്ളൊരു ഇതായി. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ലിസ്റ്റ് നോക്കുകയാണ്. നേരത്തെ ചോദിച്ച അദ്ദേഹത്തിന്റെ ടീമിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് നോക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രൈം 7 പേര്, ഇവരെല്ലാവരും ഒന്നുകിൽ ന്യൂട്രൽ ആയിട്ടോ ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്ന ആരും അദ്ദേഹത്തിന്റെ ടീമില്ല. നമുക്കറിയാം ഒരുപാട് പൊളിറ്റീഷ്യൻസ്, ഇൻക്ലൂഡിങ് കമല ഹാരിസ് പോലും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് സെനറ്റേഴ്സ് ഇന്ത്യയിൽ വന്നിട്ടുള്ളവരെല്ലാവരും ഒരു പ്രോ കാശ്മീർ പറഞ്ഞു, അല്ലെങ്കിൽ പ്രോ ഖാലിസ്ഥാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നറേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ആണെങ്കിലും അതിനകത്ത് ക്രിസ്റ്റി നിയോം എന്ന് പറയുന്ന സെക്രട്ടറി ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, അതുപോലെ പാം ബോണ്ടി അറ്റോർണി ജനറൽ,
ക്രിസ് റൈറ്റ്, സെക്രട്ടറി ഓഫ് എനർജി. ഇതൊക്കെ വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ക്യാബിനറ്റ് പൊസിഷൻസ് ആണ്. എനർജി ഇതിനകത്ത് നമുക്ക് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇതുണ്ട്. ട്രഷറി സെക്രട്ടറി ആയിട്ട് സ്കോട്ട് ബെസന്റ്, പീറ്റ് ഹെഗ്സേത്ത് സെക്രട്ടറി ഓഫ് ഡിഫൻസ്. ഇതിനെല്ലാം പുറമെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയ ഒരു ഇതിൽ എലോൺ മസ്ക് ആണ്. അതെ അതെ. അപ്പോ പിന്നെ ഭാരതത്തിലെ ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതത്തിലെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇന്ത്യൻ ഓറിജിൻ കാഷ് പട്ടേൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്നിട്ടുള്ള ഒരാൾ. ജയശങ്കറുമായിട്ട് ഇപ്പോ ചർച്ച നടത്തി. പിന്നെ അതുപോലെ ജെ ഭട്ടാചാര്യ, ഹർമിത് ഡിലൻ, വിവേക് രാമസ്വാമി, നമ്മുടെ പാലക്കാട്ടുകാരൻ വിവേക് രാമസ്വാമി. പിന്നെ സെക്കൻഡ് ലേഡി എന്ന് പറയുന്നത് ഉഷ ചിൽക്കുരി വാൻസ്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഫസ്റ്റ് ജൻ ആണ്. അതായത് അവിടെ ജനിച്ച് വന്നിട്ടുള്ള. ഇതിൽ വിവേക് രാമസ്വാമി ഒരു പക്ഷേ പാർട്ടാവില്ല എന്ന് കേൾക്കുന്നുണ്ട്. എന്നാലും റെലവെന്റ് ആണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് പിന്നെ തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്ന ഒരു ഹിന്ദു ഫ്രം ഹവായ്. അതെ അതെ. വളരെ ഹിന്ദു എന്ന് പറയുമ്പോൾ ആകെപ്പാടെ നോക്കാൻ നോക്കുന്ന ഒരേ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീറാം കൃഷ്ണൻ, വൈറ്റ് ഹൗസ് പോളിസി അഡ്വൈസർ ഓൺ AI. അപ്പൊ ഇതിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ AI-യുടെ അഡ്വൈസർ എന്ന് പറഞ്ഞപ്പോ അനദർ ഇന്ത്യൻ ആണോ AI എന്ന് പറയുന്നതെന്ന് പറഞ്ഞ ആളുകൾ ചോദിച്ചു. ട്രംപിന്റെ റൈറ്റ് വിങ് ആൾക്കാർ തന്നെ ചോദിച്ചു. അതായത് ഈ ഒരുപാട് പേര് ഭാരതത്തിന്റെ ഒറിജിനൽ. പക്ഷെ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഐ ലവ് ഹിന്ദുസ്, ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരാള്, എസ്പെഷ്യലി ആ ബംഗ്ലാദേശി ഹിന്ദുസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള എത്നിക് ക്ലെൻസിംഗ് നടക്കുന്ന ഇതിനകത്ത് പറഞ്ഞപ്പോ വളരെ ശക്തമായി ഒരു ലോകരാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു എക്കണോമിക് ഡിഫൻസ് പവർ ഉള്ള ഒരു രാഷ്ട്രത്തിന്റെ തലവൻ ഐ ലവ് ഇന്ത്യൻസ്, ഐ ലവ് ഹിന്ദുസ് എന്ന് പറയാനായിട്ടൊരു ആർജവം കാണിച്ചത് ഇദ്ദേഹം മാത്രമാണ്. അപ്പം ഒരു പക്ഷേ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ചാലഞ്ചസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ചാലഞ്ചസ് ഉണ്ട്. കാരണം ദേശീയ താല്പര്യം അവരുടെയും ദേശീയ താല്പര്യം നമ്മളുടെയും. അവരും ടഫാണ്, നമ്മളും ടഫ് നെഗോസിയേറ്റ്. നമ്മൾ നന്നായിട്ട് ടഫാണെന്ന് മോദിയെ കുറിച്ച് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നത് നമുക്കൊരു വളരെ ഈക്വൽ റെസ്പെക്റ്റോട് കൂടി, അല്ലാതെ എനിക്കൊരു ദാനം കിട്ടി എന്നുള്ള രീതി മാറി നമ്മൾ നെഞ്ചു വിരിച്ചു നിന്ന് ഒരു ഈക്വൽ ടേംസിൽ ഇത് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ഇൻഫ്ലുവൻസസും ഉണ്ടാകാൻ പറ്റാത്ത ഒരു ലോകരാഷ്ട്രത്തിലൊരു നേതാവ് തന്നെയാണ്. അതായത് വളരെ ക്ലിയർ ആണ്. ഡീപ് സ്റ്റേറ്റിനെ ഡിമോളിഷ് ചെയ്യും, ഫാസിസം ഡിമോളിഷ് ചെയ്യും, കമ്മ്യൂണിസം വേണ്ട, ഇങ്ങനെയുള്ള വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി പബ്ലിക്കായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. അതെ അതെ അതെ. ഏതാണ്ട് ഇതേ സ്റ്റാൻഡ് തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അതെ അതെ. ദേശീയത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും. പക്ഷെ അവരവരുടെ നേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. സിമിലർലി ട്രംപ് ഓൾസോ. ഇവർക്ക് ആർക്കും പേഴ്സണൽ ആവശ്യങ്ങളും ഇല്ല. അതെ അതെ. അതായത് ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ട്രംപിനെ സംബന്ധിച്ച് ഹി ഈസ് സോ വെൽത്തി അദ്ദേഹത്തിന് ഇനി ഒരു പൈസ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു കറപ്റ്റ് പ്രാക്ടീസിലോട് കൂടി ഇത് ഉണ്ടാക്കട്ടെ. എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ എയർപ്ലെയിനേക്കാൾ വലിയ ഇതുള്ള അദ്ദേഹം ഈ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ രാത്രി പ്രസിഡന്റിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിക്കുമെന്ന് പോലും സംശയം ഉണ്ടായിരുന്നു. അതൊരു കൺവെൻഷനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഹോട്ടലിൽ താമസിക്കാനായിരുന്നു സാധ്യത എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്.